ആലുവയിൽ നേഴ്സായ ലെന ജോൺസിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോൾ അടിമുടി ദുരൂഹതയിലേക്ക് നീങ്ങുകയാണ്. കുഴിമന്തി കഴിച്ചതിനു പിന്നാലെ അസ്വസ്ഥത അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണ് മരിച്ചുവെന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവകാശപ്പെടുമ്പോൾ ആ മൊഴിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലെനയുടെ മരണം ഭക്ഷ്യവിഷബാധ മൂലമല്ല, മറിച്ച് വിഷമുള്ളിൽ ചെന്നാണെന്നുള്ള സൂചന നൽകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ വലിയ വഴിത്തിരിവാകുകയാണ്. പാലക്കാട് കിഴക്കേഞ്ചേരി സ്വദേശിനിയായ ഈ 25 വയസ്സുകാരിയുടെ മരണത്തിൽ തങ്ങളുടെ മക്കൾക്ക് നീതി വേണമെന്നുള്ള ആവശ്യവുമായി കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലെനയുടെ സുഹൃത്തുക്കളുടെ പെരുമാറ്റത്തിലും അവർ നൽകിയ വൈരുദ്ധ്യമേറിയ മൊഴികളിലും വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പിതാവ് ആരോപിക്കുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിട്ടും വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സുഹൃത്തുക്കളിൽ ഒരാൾ ഡോക്ടർ എന്ന വ്യാജേന സംസാരിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ദുരൂഹതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. മകളെ ആരോ വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് അവർ ആലുവ റൂറൽ എസ്.പിയെ സമീപിച്ചിരിക്കുകയാണ്. പാലക്കാട് കിഴക്കാഞ്ചേരി സ്വദേശിനിയായ ലെന ജോണിന്റെ മരണം കേവലം ഒരു അപകട മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും. മാർച്ച് 24-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. തൃശൂർ ഒളരി മദർ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്ന ലെന പരീക്ഷ എഴുതാനെന്ന വ്യാജേനയാണ് വീട്ടിൽ നിന്നും എറണാകുളത്തേക്ക് തിരിച്ചത്. എന്നാൽ അവിടെ എത്തിയ ലെനയെ പിന്നീട് കണ്ടത് മരണപ്പെട്ട നിലയിലാണ്. ലെനയെ ആശുപത്രിയിൽ എത്തിച്ച കൂടെ ഉണ്ടായിരുന്ന യുവാക്കളുടെ മൊഴിയാണ് ഈ കേസിൽ ആദ്യത്തെ സംശയമുനയായി മാറുന്നത്. ആലുവയിൽ വെച്ച് ഞങ്ങളോടൊപ്പം കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ ലെനയ്ക്ക് കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും രക്തസമ്മർദ്ദം താഴ്ന്നു കുഴഞ്ഞു വീണെന്നുമാണ് അവർ പോലീസിൽ പറഞ്ഞത്. ഉടൻ തന്നെ ലെനയെ ആലുവയിലെ നവാജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ ആശുപത്രിയിൽ വെച്ച് ലെനയുടെ ഫോണിൽ നിന്ന് വീട്ടുകാരെ വിളിച്ച യുവാക്കളുടെ പെരുമാറ്റമാണ് കുടുംബത്തിന് വലിയ സംശയം ജനിപ്പിച്ചത്. യുവാക്കളിൽ ഒരാൾ താനൊരു ഡോക്ടറാണെന്ന വ്യാജേനയാണ് വീട്ടുകാരോട് സംസാരിച്ചത്. മകൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ മരണം സ്ഥിരീകരിച്ച് അവർ വീണ്ടും വിളിച്ചു. എന്തിനാണ് ഈ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ കള്ളം പറഞ്ഞതെന്നും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചിരുന്നുവെന്നും കുടുംബം ചോദിക്കുന്നു. ലെനയുടെ മരണത്തിൽ സുഹൃത്തുക്കൾ നൽകിയ ഈ മൊഴിയിലെ വൈരുദ്ധ്യം ഇപ്പോൾ പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. മകളെ ആരോ വിഷം നൽകി കൊലപ്പെടുത്തിയതാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പിതാവായ ജോൺ ഇപ്പോൾ ഉന്നയിക്കുന്നത്. സംഭവത്തിൽ ലെനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 2 യുവാക്കൾ നേരിട്ട് പങ്കുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മരിക്കുന്നതിന് തലേ ദിവസം നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ആലുവയിലേക്ക് പോകുന്നുണ്ടെന്ന് ലെന വീട്ടിൽ അറിയിച്ചിരുന്നു. സംഭവ ദിവസം രാവിലെയും അമ്മയുമായി വളരെ സന്തോഷത്തോടെയാണ് ലെന സംസാരിച്ചത്. എന്നാൽ ആ സംഭാഷണത്തിന് ശേഷം വെറും 4 മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങനെ മരണം സംഭവിച്ചു എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ പോലീസിനും ഇതുവരെ സാധിച്ചിട്ടില്ല. ലെനയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാകുമ്പോൾ ഈ കേസിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നത് ലെനയുടെ സാമൂഹിക പശ്ചാത്തലം കൂടിയാണ്. കേവലം ഒരു നേഴ്സ് എന്നതിലുപരി നഴ്സിംഗ് മേഖലയിലെ അവകാശ പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ പ്രവർത്തകയായിരുന്നു ലെന. നഴ്സിംഗ് സമരങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള മരണം നഴ്സിംഗ് സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. മരണത്തിന് മുൻപ് ആലുവയിൽ വെച്ച് നടന്ന കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിക്കുന്ന കുടുംബം ലെനയുടെ സുഹൃത്തുക്കളായ 2 യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത്. നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ആലുവയിലേക്ക് പോകുന്നു എന്ന് തലേ ദിവസം പിതാവിനോട് പറഞ്ഞ ലെന ആരുമായിട്ടാണ് അവിടെ കൂടിക്കാഴ്ച നടത്തിയത്? ഏത് റെസ്റ്റോറന്റിൽ നിന്നാണ് അവർ കുഴിമന്തി കഴിച്ചത്? ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിലവിൽ ആലുവ പോലീസ് ലെനയുടെ സുഹൃത്തുക്കളെയും അവരെ എത്തിച്ച സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിഷാംശത്തെക്കുറിച്ചുള്ള പ്രാഥമിക സൂചനകൾ വന്നതോടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. ഈ ഫലം പുറത്തു വരുന്നതോടെ ലെനയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ കുഴിമന്തിയിലെ ഭക്ഷ്യവിഷബാധയാണോ അതോ മറ്റാരെങ്കിലും ബോധപൂർവം നൽകിയ വിഷമാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. നീതി തേടിയുള്ള ലെനയുടെ കുടുംബത്തിന്റെ പോരാട്ടത്തിന് നേഴ്സിംഗ് സംഘടനകളും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്.